നമസ്കാരം, പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയെയും യൂറോപ്പിനെയും ഒരുപോലെ ഉലച്ച കടുത്ത ഉഷ്ണതരംഗത്തിൽ രാജ്യത്ത് 5000-ലധികം ആളുകൾ മരിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ട്. ജർമ്മനിയിലെ പ്രധാന പൊതുജനാരോഗ്യ സ്ഥാപനമായ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 5000-ലധികം ആളുകളാണ് ചൂടുമായി ബന്ധപ്പെട്ട വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഈ വർഷം മരിച്ചത്. ഇതിൽ ഭൂരിഭാഗം മരണങ്ങളും സംഭവിച്ചത് ജൂൺ മാസത്തിൽ ആണ്. ഒരാഴ്ചയിലധികം യൂറോപ്പിനെ പൂർണ്ണമായും സ്തംഭിപ്പിച്ച കടുത്ത ഉഷ്ണതരംഗത്തിനിടയിലാണ് മരണങ്ങൾ സംഭവിച്ചത്. സർവകാല റെക്കോർഡുകൾ ഭേദിച്ചാണ് ജൂൺ മാസത്തെ ചൂട് കടന്നുപോയത്. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കടന്നുപോയ ജൂൺ മാസം യൂറോപ്യൻ യൂണിയന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ജൂൺ മാസമായിരുന്നു. മുൻ വർഷങ്ങളിലെ എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ഇത്തവണ യൂറോപ്പിൽ താപനില ഉയർന്നത്. ജർമ്മനിയിലെ പല നഗരങ്ങളിലും ചൂട് അസഹനീയമായ നിലയിലേക്ക് ഉയർന്നതാണ് മരണനിരക്ക് കുത്തനെ കൂടാൻ കാരണമായത്. ഉഷ്ണതരംഗത്തെ തുടർന്ന് മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രായമായവരും മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവരായിരുന്നു. ജർമ്മനിയിൽ വരും ആഴ്ചകളിലും കടുത്ത ചൂടും വരൾച്ചയും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജർമ്മനിയുടെ അഭിമാനവും രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളുമായ ഫോക്സ്വാഗൻ കമ്പനി ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട പിരിച്ചുവിടലിനും കടുത്ത കോർപ്പറേറ്റ് അഴിച്ചുപണിക്കും ഒരുങ്ങുന്നതായി സ്ഥിരീകരിച്ചു. കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അതീവ സുരക്ഷാ രക്ഷാ പദ്ധതി വ്യാഴാഴ്ച ചേർന്ന കമ്പനിയുടെ സൂപ്പർവൈസറി ബോർഡ് ചർച്ച ചെയ്തു. 2030 കമ്പനി വൻ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ സിഇഒ ഒലിവർ ബ്ലൂമിന്റെ നേതൃത്വത്തിലാണ് ഈ കടുത്ത നീക്കങ്ങൾ ഉണ്ടായത്. വ്യാഴാഴ്ച ചേർന്ന നിർണായകമായ സൂപ്പർവൈസറി ബോർഡ് യോഗത്തിന് പിന്നാലെ കമ്പനി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് വിപണിയെ ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുട്ബോൾ ലോകത്തെയും ജർമ്മൻ വിപണിയെയും ഒരുപോലെ ഉലയ്ക്കുന്ന വലിയ അഴിച്ചുപണിയുടെ പ്രധാന വിവരങ്ങൾ നോക്കിയാൽ 1,20,000 മുതൽ 1,40,000 ജോലികൾ ഭീഷണിയിലാണ്. 5,500 മാനേജർമാരെ പുറത്താക്കും. കമ്പനിയിലെ നിലവിൽ തൊഴിൽ ഘടന പൂർണ്ണമായി മാറ്റാനാണ് ഫോക്സ്വാഗൻ കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഏകദേശം 1,40,000 തൊഴിലവസരങ്ങളെ ഈ പരിഷ്കാരം ബാധിച്ചേക്കും. ഇതിൽ ടെക്നിക്കൽ ഡെവലപ്മെന്റ് വിഭാഗത്തിൽ നിന്ന് 15,000 പേരെയും പ്രൊഡക്ഷനിൽ നിന്ന് 5,000 പേരെയും ആദ്യഘട്ടത്തിൽ മാറ്റും. പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ വിപുലമാക്കും. ആഗോളതലത്തിൽ 21,500 മാനേജർ പദവികളിൽ നിന്നും 5,500 എണ്ണം പൂർണ്ണമായി നിർത്തലാക്കും. ആദ്യഘട്ടത്തിൽ വിരമിക്കൽ ആനുകൂല്യങ്ങളും വൻ തുകകളുടെ പിരിഞ്ഞുപോകൽ പാക്കേജുകളും നൽകി സ്വമേധയാ ജീവനക്കാരെ ഒഴിവാക്കാനാണ് നീക്കം. ജർമ്മനിയിലെ 4 പ്രമുഖ ഫാക്ടറികൾ പൂട്ടും. യൂറോപ്പിൽ നിലവിൽ 5 ലക്ഷത്തിലധികം വാഹനങ്ങളുടെ അധിക ഉൽപാദന ശേഷി കമ്പനിക്കുണ്ട്. അതിനാൽ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ജർമ്മനിയിലെ പ്രധാനപ്പെട്ട 4 ഫാക്ടറികളിൽ പുതിയ മോഡലുകളുടെ നിർമ്മാണം നിർത്തലാക്കും. എംഡൻ, സിക്കാവു ഈ ഫാക്ടറികൾ 2031 ഉൽപാദനം പൂർണ്ണമായും നിർത്തും. അതേസമയം ഹാനോവർ 2032 പൂട്ടും. നെക്കാർസെല്ലിൽ ഔഡി ഫാക്ടറിയോട് ഭാഗികമായുള്ള പ്രവർത്തനം 2034 അവസാനിപ്പിക്കും. ഒസ്നാബ്രുക്കിൽ 2027 കാർ നിർമ്മാണം പൂർണ്ണമായും നിർത്തും. നിലവിൽ ഈ ഫാക്ടറി പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറി മിലിറ്ററി ടാങ്കുകളും ആയുധങ്ങളും നിർമ്മിക്കുന്ന കേന്ദ്രമാക്കാൻ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം മോഡലുകൾ പകുതിയാക്കും. സിയാറ്റ് ബ്രാൻഡ് നിർത്തലാക്കും. ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഫോക്സ്വാഗനിൽ കുറഞ്ഞ മോഡലുകൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. കമ്പനിയുടെ ആഗോള മോഡലുകൾ 50%, അവയുടെ വിവിധ വേരിയന്റുകൾ 75% കുറയ്ക്കും. കൂടാതെ പ്രശസ്ത ബ്രാൻഡായ സിയാറ്റ് 2029 പൂർണ്ണമായി നിർത്തലാക്കും. പകരം കുപ്ര എന്ന ബ്രാൻഡിനെ വളർത്തിയെടുക്കും. ചൈനയ്ക്ക് പുറത്തുള്ള ഫോക്സ്വാഗന്റെ ആഗോള മോഡൽ ശ്രേണി 50% ചുരുക്കും. ഇതിനു പുറമെ വണ്ടികളുടെ എഞ്ചിനുകൾ, മറ്റു ഫീച്ചറുകൾ എന്നിവയുൾപ്പെടെയുള്ള വേരിയന്റുകളുടെ എണ്ണം 75% കുറയ്ക്കാനും തീരുമാനമായി. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ കുറഞ്ഞ ഓപ്ഷനുകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. പ്രതിവർഷ ഉൽപാദനം 90 ലക്ഷം കാറുകളായി പരിമിതപ്പെടുത്തും. കോവിഡിന് മുൻപ് ഇത് 1,20,00,000 വരെയായിരുന്നു. പ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബുകളായ എഫ്സി ബയേൺ മ്യൂണിക്, VfL വോൾഫ്സ്ബർഗ്, VfB സ്റ്റുട്ട്ഗാർട്ട് എന്നിവയുമായുള്ള ഫോക്സ്വാഗന്റെ ഓഹരി പങ്കാളിത്തവും കമ്പനി പുനഃപരിശോധിക്കും. അതേസമയം പ്രതിഷേധവുമായി യൂണിയനുകൾ രംഗത്ത് വന്നു. കമ്പനിയുടെ കേന്ദ്ര ഓഫീസ് ഉൾപ്പെടെ ജർമ്മനിയിലെ എല്ലാ പ്ലാന്റുകൾക്ക് മുന്നിലും വർക്കേഴ്സ് യൂണിയൻ തലവൻ ഡാനിയേല കവല്ലോയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കടുത്ത പ്രതിഷേധ പ്രകടനങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. കമ്പനിയുടെ ഈ രഹസ്യ പദ്ധതിക്ക് യൂണിയനുകൾ യാതൊരു കാരണവശാലും അനുമതി
നൽകില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ വോൾഫ്സ്ബർഗിൽ വൻ ഭരണ പ്രതിസന്ധിക്ക് വഴി തുറന്നിരിക്കുകയാണ്. IT, മെക്കാനിക്കൽ മേഖലകളിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളി പ്രൊഫഷണലുകളെ നേരിട്ടും പരോക്ഷമായും ബാധിക്കുന്നതാണ് വോക്സ്വാഗനിലെ ഈ പുതിയ ഭൂകമ്പം. എങ്കിലും നിലവിൽ തൊഴിൽ ഗ്യാരണ്ടി കരാറുകളും കമ്പനി പുനഃപരിശോധിക്കും. കമ്പനിയുടെ അഴിച്ചുപണിയെക്കുറിച്ച് CEO ഒലിവർ ബ്ലൂം 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സന്ദേശമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും മെക്കാനിക്കൽ മേഖലയിൽ ജോലി തേടി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള മലയാളികൾക്കൊക്കെ തന്നെ കമ്പനിയുടെ ഇത്തരത്തിലുള്ള ഒരു നടപടി വലിയ ഇരുട്ടടിയായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. ജർമ്മൻ മുൻനിര വിമാന കമ്പനിയായ ലുഫ്താൻസ യാത്രാ നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിച്ചു. സാധാരണയായി ബഡ്ജറ്റ് എയർലൈനുകളായ റയാനെയർ, EasyJet എന്നിവർ ഈടാക്കാറുള്ളതുപോലെ വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഇഷ്ടമുള്ള മറ്റൊരു സീറ്റിലേക്ക് മാറണമെങ്കിൽ ഇനി മുതൽ യാത്രക്കാർ പ്രത്യേക ഫീസ് നൽകേണ്ടി വരും. മുൻപ് കുറഞ്ഞ ദൂര സർവീസുകൾക്ക് മാത്രം ബാധകമായിരുന്ന ഈ നിയമം ഇപ്പോൾ ദീർഘദൂര അന്താരാഷ്ട്ര സർവീസുകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നടപ്പുവർഷം ജൂലൈ 1 മുതലാണ് ഈ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നത്. ലുഫ്താൻസയിൽ മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യാത്ത യാത്രക്കാർക്ക് ഓൺലൈൻ ചെക്ക് ഇൻ സമയത്ത് സിസ്റ്റം സ്വയം ഒരു സീറ്റ് അനുവദിക്കാറുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന സീറ്റ് ഇഷ്ടപ്പെടാതെ ലഭ്യമായ മറ്റ് സീറ്റുകളിലേക്ക് മാറാൻ ശ്രമിച്ചാലാണ് ഇനി മുതൽ പണം കൂടുതലായി നൽകേണ്ടി വരിക. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ലുഫ്താൻസയിൽ മാത്രമല്ല, ഓസ്ട്രിയൻ എയർലൈൻസ്, സ്വിസ് എയർലൈൻസ്, ബ്രസൽസ് എയർലൈൻസ്, ഡിസ്കവർ എയർലൈൻസ് എന്നിവയിലൂടെയാണ്. എന്തായാലും കേരളത്തിലേക്ക് ഉൾപ്പെടെ ലുഫ്താൻസ വഴി യാത്ര ചെയ്യുന്ന മലയാളി പ്രവാസികൾക്ക് പുതിയ പരിഷ്കാരം യാത്രാ ചെലവ് വീണ്ടും വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. തെക്കൻ ജർമ്മനിയിലെ ബവേറിയയിൽ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു. ബവേറിയൻ പട്ടണമായ ഷൊൻഗാവിലെ വെൽഫൻ ജിംനാസിയം സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. തോക്കും കത്തിയുമായി എത്തിയ 16-കാരനാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 പെൺകുട്ടികൾക്ക് പരിക്കേറ്റതായും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും പോലീസ് അറിയിച്ചു. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്നീട് പിടികൂടി. ഇതുകൂടാതെ 2 കൗമാരക്കാരെയും പിടികൂടിയതായിട്ടാണ് പോലീസ് റിപ്പോർട്ടുകൾ. ജർമ്മനിയിലുടനീളം വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയും ട്രെയിൻ ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ച് കടുത്ത ആശങ്കകൾ ഉയർത്തുകയും ചെയ്ത കൊലപാതക കേസിൽ 26-കാരനായ ഗ്രീക്കുകാരൻ പ്രതിക്ക് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. റൈൻലാൻഡ് ഫാൽ സംസ്ഥാനത്തിലെ ലാൻഡ്സ്റ്റൂൾ നഗരത്തിലാണ് സംഭവം നടന്നത്. ടിക്കറ്റ് പരിശോധനയ്ക്കിടെ ട്രെയിൻ കണ്ടക്ടറായ 36-കാരൻ സർക്കാർ ചലാറിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് സ്വൈബ്രുക്കൻ റീജിയണൽ കോടതി ശിക്ഷ വിധിച്ചത്. മർദ്ദനമേറ്റ് ബോധരഹിതനായി കിടന്ന ചലാർ 2 ദിവസത്തിന് ശേഷം തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് ആശുപത്രിയിൽ മരിച്ചത്. കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് 12 വർഷത്തെ തടവ് ശിക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ 10 വർഷത്തെ ശിക്ഷയാണ് കോടതി വിധിച്ചത്. എന്തായാലും ജർമ്മനിയിലെ പൊതുഗതാഗത മേഖലകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. ജർമ്മനിയിലെ വീട്ടുടമകൾക്ക് തിരിച്ചടിയായി ഹീറ്റ് പമ്പ് സബ്സിഡി വെട്ടിക്കുറയ്ക്കാൻ മേർ സർക്കാർ തീരുമാനമായി. നിലവിലുള്ള പഴയ ഹീറ്റിംഗ് സംവിധാനങ്ങൾ മാറ്റി പരിസ്ഥിതി സൗഹൃദ ഹീറ്റ് പമ്പുകൾ സ്ഥാപിക്കുന്നവർക്ക് സർക്കാർ നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായമാണ് ഇനി മുതൽ ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നത്. ബുധനാഴ്ച ചേർന്ന ബുണ്ടസ്റ്റാഗിന്റെ ബജറ്റ് കമ്മിറ്റി പുതിയ സബ്സിഡി നയത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു. വരും വർഷങ്ങളിൽ സബ്സിഡി തുക ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാനാണ് പുതിയ പ്ലാൻ. ജർമ്മനിയിലെ പുതിയ ഹീറ്റിംഗ് നിയമപ്രകാരം വീടുകളിൽ ഹീറ്റ് പമ്പുകൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കി വരുന്ന സാഹചര്യത്തിലാണ് സബ്സിഡി തുക കുറയ്ക്കുന്നത്. നിലവിൽ വലിയ തുക സർക്കാർ സഹായമായി ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ വീട്ടുടമകൾ സ്വന്തം കയ്യിൽ നിന്ന് കൂടുതൽ പണം മുടക്കേണ്ടി വരും. ഇത് സാധാരണക്കാരായ കുടുംബങ്ങളുടെ ബജറ്റിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. പുതിയ നിരക്കുകൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ സ്വന്തമായി വീടുള്ളവരും വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരുമായ പ്രവാസി മലയാളികൾക്ക് ഈ പുതിയ സബ്സിഡി കുറയ്ക്കൽ വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയാകും. കൊളോണിലെ സീറോ മലബാർ റീത്ത് കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ 44-ാമത്തെ തിരുനാളിനും വിശുദ്ധ തോമസ് ലീഹയുടെ തിരുനാളിനും നടന്നുവന്ന ഒരുക്കങ്ങൾ പൂർത്തിയായി. 56 വർഷം പിന്നിടുന്ന കമ്മ്യൂണിറ്റിയുടെ തിരുനാൾ ജൂലൈ 11, 12 ശനി, ഞായർ ദിവസങ്ങളിൽ കൊളോൺ മ്യൂൾഹൈമിലെ ലീഫ്രോവൻ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. തിരുനാളിന്റെ നടത്തിപ്പിനു വേണ്ടിയുള്ള വിവിധ കമ്മിറ്റി കൺവീനർമാരുടെ യോഗം ജൂലൈ 5 കമ്മ്യൂണിറ്റി ചാപ്പലൈൻ ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMAയുടെ അധ്യക്ഷതയിൽ കൂടി കമ്മിറ്റികളുടെ ഇതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തി
വിലയിരുത്തുകയും തിരുനാൾ ദിനങ്ങളിൽ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് തീരുമാനിക്കുകയും ചെയ്തു. ബോണിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി സാബു, ജോർലി ചിറ്റില്ലപ്പള്ളി മക്കളായ ഡേവിഡ്, ജോർജി എന്നിവരടങ്ങുന്ന കുടുംബമാണ് ഇത്തവണത്തെ പ്രതിനിധി. ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും എസൻ, ആഹൻ എന്നീ രൂപതകളിലെയും സീറോ മലബാർ കൂട്ടായ്മയായ കൊളോണിലെ ഇന്ത്യൻ സമൂഹം സ്ഥാപിതമായിട്ട് 56 വർഷമായി. കൊളോൺ കർദിനാൾ റൈനർ മറിയ വോൾക്കിയുടെ കീഴിലുള്ള സീറോ മലബാർ സമൂഹത്തിന്റെ ചാപ്പളനായി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMI കഴിഞ്ഞ 25 വർഷമായി സേവനം അനുഷ്ഠിക്കുന്നു. എറണാകുളം പാലാരിവട്ടം ഇലവുങ്കൽ റോഡ് വാഴപ്പള്ളി കുടുംബാംഗം വൈകാസി വാഴപ്പള്ളി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ജൂലൈ 10 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഇടപ്പള്ളി സെന്റ് ജോർജ് സീറോ മലബാർ ചർച്ച് സിമിത്തേരിയിൽ നടക്കും. ഭാര്യ അൽഫോൻസ വൈഗസ്, പരന്തരപ്പള്ളി പഴുങ്കാരൻ കുടുംബാംഗം. മകൾ മരിയ വൈഗസ്. മരുമകൻ ജോൺ ബെന്നി, അങ്കമാലി മേരാച്ചേരി കുടുംബാംഗം. ഭാര്യയ്ക്കൊപ്പം ജർമ്മനിയിലുള്ള മകളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് വർഗീസിന്റെ ആകസ്മിക മരണം. മക്കളുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ വർഗീസിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആഹന് സമീപമുള്ള എഷ്വൈലർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ജർമ്മനിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ന്യൂഡൽഹി വഴി വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ എത്തിച്ച് ബന്ധുക്കൾ ഏറ്റുവാങ്ങി. വെള്ളിയാഴ്ച ഭൗതിക ശരീരം രാവിലെ സ്വവസതിയിൽ കൊണ്ടുവന്ന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ അവസരമൊരുക്കും. ലോക കേരള സഭാംഗം ജോസ് കുമ്പളവേലിയുടെ ഇടപെടൽ വർഗീസിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായകമായി. മൊറോക്കോയുടെ പോരാട്ട വീര്യം തകർത്ത് ഫ്രാൻസ് വീണ്ടും ലോകകപ്പ് സെമി ഫൈനലിൽ എത്തി. ഖത്തർ ലോകകപ്പിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസിന് മുന്നിൽ മൊറോക്കോയുടെ ആഫ്രിക്കൻ കരുത്ത് വീണു. ആവേശം നിറഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മൊറോക്കോയെ എതിരില്ലാതെ 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് നടന്നു കയറിയത്. ഇതോടെ ടൂർണമെന്റിൽ അവശേഷിച്ചിരുന്ന ഏക ആഫ്രിക്കൻ പ്രതിരോധവും അവസാനിച്ചു. ഫ്രാൻസിന്റെ തുടർച്ചയായ 3ാം ലോകകപ്പ് സെമി ഫൈനൽ പ്രവേശം ആണിത്. റഫറി നിയമനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടയിൽ നടന്ന മത്സരത്തിലാണ് ഫ്രഞ്ച് ടീം കരുത്ത് കാട്ടിയത്. കഴിഞ്ഞ ലോകകപ്പ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോഴും ഏകപക്ഷീയമായ 2 ഗോളിനാണ് മൊറോക്കോയെ ഫ്രാൻസ് തോൽപ്പിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു കളിച്ചെങ്കിലും മൊറോക്കോയുടെ കടുത്ത പ്രതിരോധ കോട്ട തകർക്കാനോ ലീഡ് എടുക്കാനോ അവർക്ക് സാധിച്ചില്ല. 2ാം പകുതിയുടെ തുടക്കത്തിൽ അറ്റ്ലസ് ലയൺസ് എന്നറിയപ്പെടുന്ന മൊറോക്കോ ടീം കടുത്ത ആക്രമണങ്ങളുമായി ഫ്രഞ്ച് ക്യാമ്പിനെ ഞെട്ടിച്ചെങ്കിലും ആ ആവേശം അധിക നേരം നീണ്ടു നിന്നില്ല. കളിയിലേക്ക് ശക്തമായി തിരിച്ചുവന്ന ഫ്രാൻസ് പിന്നീട് ആധികാരികമായ മുന്നേറ്റങ്ങളാണ് നടത്തിയത്. 6 മിനിറ്റിനിടയിൽ മൊറോക്കോയെ തകർത്ത് ഇരട്ട ഗോളുകളാണ് നേടിയത്. മത്സരത്തിന്റെ ഫ്രഞ്ച് വിജയത്തിന് വഴി തുറന്നത് സൂപ്പർ താരം കീലിയൻ എംബാപ്പയാണ്. 25ാം മിനിറ്റിൽ ഫ്രാൻസിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കിക്ക് എടുത്ത കീലിയൻ എംബാപ്പെ അത് പാഴാക്കി. എന്നാൽ 60ാം മിനിറ്റിൽ കീലിയൻ എംബാപ്പെ ഗോൾ നേടുകയും ചെയ്തു. 66ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലെയുമാണ് ഫ്രാൻസിന് വേണ്ടി സ്കോർ ചെയ്തത്. ഈ ലോകകപ്പിലെ തന്റെ 8ാമത്തെ ഗോളിലൂടെയാണ് എംബാപ്പെ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചത്. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന മൊറോക്കോ തിരിച്ചടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് പ്രതിരോധം തകർക്കാൻ അവർക്കായില്ല. പന്തടക്കത്തിലും പാസുകളിലും ഫ്രാൻസിന് തന്നെയായിരുന്നു മുൻതൂക്കം. ചൊവ്വാഴ്ച നടക്കുന്ന സെമി ഫൈനലിലെ വിജയിയായിരിക്കും ഫ്രാൻസിന്റെ എതിരാളികൾ. വലിയ സ്വപ്നങ്ങളുമായി വന്ന മൊറോക്കോ കണ്ണീരോടെ മടങ്ങുമ്പോൾ ഫ്രാൻസ് മറ്റൊരു ചരിത്ര നേട്ടത്തിന് അരികിലാണ്. അമേരിക്കയിലെ ഡാളസിൽ ചൊവ്വാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ ഫ്രാൻസ് ഇനി മാറ്റുരയ്ക്കുന്നത് സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ ഫൈനൽ വിജയികളെയാണ്. യൂറോപ്പിലെ മലയാളി ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്ന കടുത്ത പോരാട്ടങ്ങൾക്കായിരിക്കും ഇനി ഡാളസ് സാക്ഷ്യം വഹിക്കുക. ടൂർണമെന്റിൽ എംബാപ്പെ നേടുന്ന 8ാമത്തെ ഗോളാണ്. അതുകൊണ്ട് തന്നെ ലോകകപ്പിലാകെ ഗോളെണ്ണം 20ആയി. ലയണൽ മെസ്സിക്ക് ശേഷം ലോകകപ്പിൽ 20 ഗോൾ തികയ്ക്കുന്ന 2ാമത്തെ താരമാണ് എംബാപ്പെ. 21 ഗോളുകളാണ് മെസ്സി നേടിയിട്ടുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.